നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞ സംഭവം ഇതാണ്. ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള വീഡിയോ ആണ്. കാരണം എൻജിൻ അയച്ചിട്ട് ക്ലച്ച് അയച്ചെടുത്തിട്ടാണ് വർക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇതാണ് ക്ലച്ച് എങ്ങനെ അയക്കണമെന്നും എപ്പോൾ അയക്കണം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അത് നമുക്ക് മാറ്റിയിടാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമല്ല, മാറ്റിയിടാൻ സിമ്പിളായിട്ട് കേസാണ്, പക്ഷേ ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു നിൽക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെഷീൻ സ്റ്റാർട്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആക്സിലേറ്റർ നല്ലോണം കൂട്ടി കൊടുക്കും. ആ സമയത്ത് എൻജിൻ നല്ല വർക്കാവും, നല്ല റേസിങ് കിട്ടും. പക്ഷേ മുന്നിലുള്ള ബ്ലേഡോ ഷാഫ്റ്റോ റൂപ്പുകളോ ഒന്നും വർക്ക് ചെയ്യാതെ സ്പീഡില്ലാത്തൊരവസ്ഥ, അതായത് പുല്ലിലേക്ക് വെക്കുന്ന സമയത്ത് കറങ്ങാതെ നിൽക്കുക, അതുപോലെ തന്നെ തീരെ സ്പീഡില്ലാതാവുക. അതേപോലെ തന്നെ നമ്മൾ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കും, മൈലേജ് കിട്ടില്ല. ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ്, ആ പ്രശ്നം തീർക്കലുകൂടിയാണ് ഈ വീഡിയോ. ക്ലച്ച് മാറ്റൽ മാത്രമല്ല, അപ്പം ഓരോ വോയിസ് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കേട്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇത് അഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ അഴിക്കേണ്ടതെന്നും എങ്ങനെ ചെയ്യേണ്ടതെന്നും എപ്പോൾ അഴിക്കണം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം. പ്രത്യേകിച്ചൊരു ടൂൾ കിറ്റിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഇതിലാവശ്യമില്ല. ഈ ടീ സ്പാനർ ഉപയോഗിച്ചാണ് ഇത് അഴിക്കേണ്ടത്. അഴിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് നെട്ട് ഇവിടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായി നിന്നോളും. ഒരു ചെറിയ രീതിയിലും ചെയ്തിട്ടാൽ മതി കേട്ടോ. അത് പതുക്കെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി മാത്രം. അതിൽ ടൈറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും അതേപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ ചെറിയ രീതിയിലൊന്ന് ടൈറ്റായാൽ മതി കേട്ടോ. ഇതിങ്ങനെ നിൽക്കുക എന്നുള്ള അത്രേ ഉള്ളൂ, കൂടുതലൊന്നും ചെയ്യേണ്ട. ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈ വീലിന് കോട്ടം വരും, അങ്ങനെ കോട്ടം സംഭവിക്കാൻ പാടില്ല. ഇത് അഴിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇതിൽ ടൈറ്റുള്ള ഇതേപോലെ ഇതന്നെ വെക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കവർ സ്പാൻഡർ തന്നെയാണിത്. ഇത് വെച്ചിട്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. കുറച്ച് തട്ടുന്ന സമയത്ത് കുറച്ച് സ്പീഡിൽ ഒറ്റ തടിക്ക് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഊരിയെടുക്കാനായിട്ട് പറ്റും. ത്രെഡ് രണ്ടും ഒരേപോലെ തന്നെ അഴിച്ചെടുക്കണം. കറക്റ്റായിട്ട് അഴിച്ചെടുത്താൽ ഇത് ക്ലിയറായിട്ട് നമ്മളെ കയ്യിൽ കിട്ടും. അല്ലെങ്കിൽ സ്പ്രിങ് ഷേക്കായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അത് ഇടാനൊക്കെ പറ്റും. രണ്ടും ഒരിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമല്ല. പക്ഷേ എടുക്കുന്ന സമയത്ത് ത്രെഡുകൾക്ക് ക്ഷതം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഊരിയെടുക്കുക. രണ്ട് ഭാഗത്തും ഓരോ വാഷറുകളുണ്ടാവും. ഈ ഭാഗത്ത് വാഷറില്ല. ഇവിടെ ഈ ഉണ്ടോ ഇങ്ങനെയുള്ള വാഷർ രണ്ട് ഭാഗത്തും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എൻ്റെ ഈ മെഷീൻ്റെ ഒരു ഭാഗത്തില്ല. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഒരു നല്ല ക്ലച്ചാണ് കണ്ടോ. ചെറിയ തേയ്മാനം വന്നിട്ടുണ്ട്. ഇത് ഇനിയും ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ. ഇങ്ങനെ ആയിരിക്കും. ഇത് കറക്റ്റ് കാണുന്നില്ലേ ഈ കട്ട, ഇതേപോലെ കറക്റ്റായിരിക്കും. നമ്മൾ കംപ്ലൈൻറ്റ് പറഞ്ഞ സംഭവം ഇതാണ്. എന്നുണ്ടോ ഈ മെറ്റലും മാത്രമായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറിയ തോതിലുണ്ട്, ഒരു സൈഡ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹൗസിങ്ങിനുള്ളിൽ ഇവിടെ കാണിക്കുക. ഈ ഹൗസിങ്ങിനുള്ളിൽ നല്ല സൗണ്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഹൗസിങ്ങിൽ ഈ നമ്മുടെ ഡ്രമ്മിന് നല്ലപോലെ തേയ്മാനം വന്ന് ഒരു ചാലൊക്കെ വരാൻ, ഇവിടെ ഒരു ചാലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിന് സംഭവിച്ചിട്ടില്ല, കാരണം ഇത് കംപ്ലൈൻറ്റ് ഇല്ലാത്തതായതുകൊണ്ട്. കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു ക്ലച്ചാണ് ഇതിനുള്ളിൽ വർക്ക് ചെയ്തത്, അതുകൊണ്ട് ഇതിന് കംപ്ലൈൻറ്റ് ഇല്ല. പക്ഷേ ഇതേപോലെ ആകുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ഭാഗം കൂടുതൽ കഴിഞ്ഞുണ്ടാവും, ഒരു ഭാഗത്ത് കുറച്ചുണ്ടാവും. അല്ലെങ്കിൽ ഈ സ്ക്രൂ ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ ഉണ്ടാവും. ഇവിടെ കുറേശ്ശെ ഇതിൻ്റെ കുറേശ്ശെ ഉണ്ട്, കുറച്ചുള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. ഈ ഭാഗം മുഴുവനായിട്ട് പോയിട്ടുണ്ടാവും. ഇത് ഡ്രമ്മിൽ തട്ടിയതാണ്. അത് ഡ്രമ്മിൽ തട്ടി മൈലേജ് ഇല്ലാതെ കംപ്ലൈൻറ്റ് വന്ന് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഴിച്ച് മാറ്റിയ സംഭവമാണിത്. ഇതിന് കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇതേപോലെ ക്ലച്ച് കട്ട നല്ല പോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ തൽക്കാലം വർക്ക് ചെയ്യുന്ന സമയത്ത് പുല്ലിൽ തട്ടുന്ന സമയത്ത് നമ്മുടെ എൻജിന് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്.
ആക്സിലേറ്റർ കൂട്ടുന്ന സമയത്ത് നല്ലപോലെ എൻജിൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഷാഫ്റ്റ് വഴി മുന്നിലേക്കുള്ള നമ്മുടെ ബ്ലേഡോ റോപ്പോ എന്താണെങ്കിലും അത് വർക്ക് ചെയ്യാത്തൊരവസ്ഥ വന്നാൽ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇതായിരിക്കും നിങ്ങളെ ഹൗസിങ്ങിനുള്ളിൽ ക്ലച്ചിൻ്റെ അവസ്ഥ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്, മാറ്റണം എന്നുള്ളത് കൊണ്ടാണ്, മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ അയച്ച മെഷീനൊരു പ്രശ്നങ്ങളുമില്ല, പക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും നിങ്ങളെ കൂടെ നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചാണ് ഞാൻ എൻ്റെത് മെഷീൻ ഇപ്പോൾ അയച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടോ, പുതിയൊരു ക്ലച്ച് പോയിട്ട് നമ്പറും പേരും പിന്നെ നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് സെയിം സാധനം വാങ്ങുക, അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റേത് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നേരത്തെ അയച്ചെടുത്ത കംപ്ലൈൻറ്റുകൾ പറഞ്ഞല്ലോ, മനസ്സിലായല്ലോ സംഭവമൊക്കെ. അത്ര തന്നെ ഉള്ളൂ, അതല്ലാതെ ഈ ക്ലച്ച് മാറ്റൽ വലിയൊരു വിഷയമൊന്നുമല്ല. അപ്പം ഇത് ഏത് സമയത്താണ് മാറ്റേണ്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. അയച്ചു നോക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ സംശയിച്ച് നിൽക്കേണ്ട. മൈലേജ് കുറവിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്ന് വേറെ ഒരു വർക്കും ചെയ്യാൻ പോകരുത്. കാർപ്പറേറ്റർ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എൻജിൻ പണിക്കോ അല്ലെങ്കിൽ എൻജിൻ ക്ലീനിങ്ങിനോ ഒന്നിനും പോകരുത്. രണ്ടും കൂടി ക്ലീൻ ചെയ്ത് വർക്ക് കഴിയുമ്പോഴത്തേക്കിനും ഒരു 1500-2000 രൂപ എൻജിൻ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞെടുക്കുമ്പോഴാകും. അതുപോലെ തന്നെ കാർപ്പറേറ്ററിനാവും. പക്ഷേ ഈ ഒരു പ്രശ്നം 300 രൂപേൻ്റെ പ്രശ്നത്തിന് 1500 രൂപ അന്നത്തെ 1-2 ദിവസത്തെ പണിയും പോവും. അങ്ങനെ പണി നിങ്ങൾ സൈറ്റിൽ പോയി കളയേണ്ട. അതിന് വേണ്ടിയിട്ടാണ് അയച്ച് കാണിച്ചു തന്നത്. ഒരു അനുഭവം കാണിച്ചു തരാം എന്നുള്ള നിലക്കാണ് ഞാനിത് കാണിച്ചു തരുന്നത്. നിങ്ങളെ കൂടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചാണ് ഇന്ന് ഞാനിത് അയച്ചത്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അയച്ചു നോക്കുക. എൻജിൻ വർക്ക് ചെയ്യുന്നുണ്ടോ, കാർപ്പറേറ്ററിനും എൻജിനൊന്നും കംപ്ലയിൻ്റ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. പ്രശ്നം ഇത് തന്നെയാണ്. മുൻഭാഗത്ത് കറങ്ങണില്ലെങ്കിൽ പ്രശ്നം ഇത് തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും മെഷീനിന് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഞാനവിടെ ഫിറ്റ് ചെയ്യാം കേട്ടോ. രണ്ട് ഭാഗം ഒരേപോലെ തിരിച്ചിറക്കണം. രണ്ട് ഭാഗവും ഒരേപോലെ തിരിച്ചിറക്കിയിട്ടില്ലെങ്കിൽ ത്രെഡിന് പ്രശ്നം വരും. അതുപോലെ തന്നെ ക്ലച്ച് ഇതിനുള്ളിൽ നിൽക്കുന്നത് ചെറിയൊരു ഷൈക്ക് ആയിട്ടാവും നിൽക്കുക. നമ്മളത് അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് അത് അഴിച്ചെടുത്തത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. മറിച്ച് വെച്ചിട്ട് ഫിറ്റ് ചെയ്യരുത്. എടുക്കുന്ന സമയത്ത് നമ്മൾ അടയാളം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എങ്ങനെയായിരുന്നു അത് മുമ്പേ ഫിറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യണം. രണ്ടാമത് ഫിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും പുതിയത് ഫിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഇത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വലിച്ചു വിട്ട് നോക്കണം. ഉണ്ടോ? ഇത് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നടിക്കും ക്ലിയർ ആണെങ്കിൽ. അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ഇങ്ങനെ നിൽക്കാനുള്ള ബാക്കിലേക്ക് വലിക്കുന്ന സമയത്ത് അവിടെ തന്നെ നിൽക്കാനുള്ള സാധ്യത വളരെ 99.9% കുറവാണ്. അങ്ങനെ ഒരു പേടിയൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഇത് ഇങ്ങോട്ട് തന്നെ വരും. ഈ സ്പ്രിങ്ങിലും അതിനടിയിൽ തട്ടി നിൽക്കൊന്നുമില്ലത്. ഇത് കറക്റ്റായിട്ട് വരും. അപ്പം പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. വർക്ക് സൈറ്റിൽ നിന്ന് വർക്ക് ഒഴിവാക്കിയിട്ട് മടങ്ങി പോരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നേരത്തെ നമ്മൾ അഴിച്ചെടുത്തത് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാണ്. ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതും കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ ഒരു സിമ്പിൾ കേസാട്ടോ. ഇതൊന്നും വലിയ പണിയാണെന്നുള്ളൊരു ധാരണ ഒന്നും വേണ്ട. ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ നിന്നൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ അങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് പോയി വാങ്ങി കൊണ്ടുവന്നിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ശൈലി ഉപയോഗിക്കുന്നത്. കാരണം എണ്ണയ്ക്ക് വില കൂടിയ സമയമാണ്. അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് സൈറ്റിൽ പണി മിസ്സാവുകയാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാം കൂടി ആകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് നിലക്കാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതും ഇങ്ങനൊരു ശൈലിയിൽ ഉപയോഗിക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാ സ്ക്രൂ അതേപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. രണ്ടാമത്തത് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ
റോപ്പ് സ്പീഡിൽ കറങ്ങണത് കണ്ടിട്ടോ. അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ. അതെ, നല്ല സ്പീഡിൽ തന്നെ കറങ്ങും. ഇതിപ്പം പഴയത് മാറ്റിയിട്ട് പുതിയത് ഇട്ടതല്ല, പഴയതുള്ളത് തന്നെയാണ്. അപ്പം രണ്ടാമത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരണമല്ലോ എന്നുള്ള നിലക്കാണ് കാണിച്ചു തന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ആരും പേടിക്കാതെ. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വന്നാൽ ചെയ്യണം. അപ്പം മെഷീൻ ഓഫാക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ വരും. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കതൊരു ഊർജ്ജം എനർജി ആയിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.